ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. എന്താ പറയുക, കുറേ ദിവസമായിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ വിഭവങ്ങൾ, സിമ്പിൾ റെസിപ്പീസ് കാണിക്കണം. നമ്മളിപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. പൂരി, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, മസാല ദോശ, വീറ്റ് മസാല ദോശ, ഉപ്പുമാവ്, പുട്ട്, പലതരം, അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളെ ബാക്കിയുള്ളൂ. എങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. എപ്പോഴും നമ്മളൊരു ക്ലീശ പോലെ കഴിക്കുന്ന കുറേ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് മാറി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്, ഒരു ചേഞ്ച് ഓഫ് സീനല്ലേ. അങ്ങനെ നോക്കുമ്പോൾ പൂരിയിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ടാക്കാമെന്നറിയോ. ഒരുപാട് കാര്യങ്ങൾ പൂരിയിൽ തന്നെ ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ട് പൂരി ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസിൻ്റെയൊക്കെ പ്യൂറി എടുത്തിട്ട് ആ രീതിയിൽ പൂരി ഉണ്ടാക്കാം. അതൊക്കെ മിക്സ് ചെയ്തിട്ട് മാവ് കുഴച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതൊന്നുമല്ല, പൂരി തന്നെയാണ്. പക്ഷെ നമ്മുടെ കേറ്ററിങ്ങിനൊക്കെ സാധാരണയായിട്ട് ഓർഡേഴ്സ് വരുമ്പോൾ ഈവനിങ് ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഹൈ ടീ പോലെയൊക്കെ വരും, വൈകുന്നേരത്തെ റിസപ്ഷൻസ് എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ പാല് കാച്ച് പോലെയുള്ള കാര്യങ്ങൾക്ക് വൈകുന്നേരം വീട്ടിലെ ആൾക്കാർ വരുമല്ലോ. അതിനൊക്കെ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു കാര്യമാണ് മേത്തി പൂരി. അപ്പോൾ സാധാരണ പൂരി വേണ്ട, മേത്തി പൂരി മതി എന്ന് പറയും. മേത്തി പൂരി എന്ന് പറഞ്ഞാൽ എന്താ? മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയാണ്. അപ്പോൾ മേത്തി ലീവ്സ് എന്ന് പറഞ്ഞാൽ ഫെനുഗ്രീക്ക് ലീവ്സ്, അതായത് ഉലുവയുടെ ഇല. അപ്പോൾ അത് പാക്കറ്റിൽ വാങ്ങി നമ്മൾ ബട്ടർ ചിക്കനിലൊക്കെ ചേർക്കില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ എല്ലാ കാര്യത്തിലും ചേർക്കുന്നതാണ് മേത്തി ലീവ്സ്. ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിലാണ് കേടാകാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ കവർ മേടിച്ച ഉടനെ അതിനകത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഓക്കെ മേത്തി ലീവ്സ്. അപ്പോൾ അതിൻ്റെ ഡ്രൈ ഫോമിലാണ് നമ്മൾ വാങ്ങുന്നത്. നോക്കിയേ, ഉണങ്ങിയാണ് വരുന്നത് ഡ്രൈ ഫോമിൽ. പക്ഷേ അത് നമുക്ക് എന്താ പറയണ്ട, നല്ല ഫ്രഷ് ആയിട്ടുള്ള മേത്തി ലീവ്സ് എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും ഒരു ഡ്രൈ ആയിട്ടുള്ള മേത്തി ലീവ്സിൽ നിന്ന് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു. അപ്പോൾ ഇത് ഏതാണ്ടൊരു ഫ്രഷ് ആയിട്ടുള്ള മേത്തി ലീവ്സ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഗുണം കിട്ടും. അല്ലോ, ഇപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല പച്ചയായില്ലേ, ഫ്രഷ് ഉലുവാച്ചീരയുടെ ഇല പോലെ തോന്നുന്നു. അപ്പോൾ ഇത് 1.5 ടേബിൾ സ്പൂണാണ്. ഇത് ഞാൻ കുറച്ചൊരു 10-20 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിരാൻ വെച്ചു. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാണ് നമ്മുടെ മേത്തി പൂരിയുടെ പ്രധാന ചേരുവ. പിന്നെ വരുന്ന ഒരു കാര്യം, സാധാരണ പൂരിയിൽ നിന്ന് എന്താ വ്യത്യാസം എന്നുള്ളതാണല്ലോ. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പനീർ ചേർക്കും. ഇത് പക്ക വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ നോൺ വെജിൻ്റെ ഒരു പാർട്ടിയല്ല, വെജിറ്റേറിയൻ പാർട്ടി ആണെങ്കിലും ഇങ്ങനെ ഒരു മേത്തി പൂരി വിത്ത് ചന്ന മസാല, അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ, പനീർ ബട്ടർ മസാല, നല്ല കോംബോയാണ്. പനീർ ഇതൊരു 100 ഗ്രാം. ഓക്കെ, 100 ഗ്രാം പനീർ ഞാനിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പനീർ ഒന്ന് അരച്ചെടുക്കണം. അത് അരച്ചിട്ട് വരാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. ഒട്ടും തരിയില്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് അരയ്ക്കേണ്ടത്. അതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഓക്കെ, അതെ, റെഡിയാണ്. ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ പനീർ പേസ്റ്റ്. ഇനി വേണ്ടത് 2 കപ്പ് മൈദാമാവ്. കൈ കഴുകട്ടെ. കൂട്ടത്തിൽ മോതിരം കൂടി ഒന്ന് മാറ്റുകയാണ്. ഞാൻ ഓർമ്മിക്കുന്ന സമയത്തെല്ലാം സത്യം പറഞ്ഞാൽ മോതിരം മാറ്റും കേട്ടോ, മാവെല്ലാം കുഴയ്ക്കുമ്പോൾ. പക്ഷെ അബദ്ധത്തിൽ ചിലപ്പോൾ പെട്ടുപോകുന്നതാണ്, ഊരാൻ മറന്നുപോയിട്ട്. അങ്ങനെ ഓക്കെ, ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു 2 കപ്പ് മൈദാമാവ് അളന്നെടുക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഇത് ഏകദേശം ഒരു കണക്ക് മതി കേട്ടോ, 2 കപ്പ് എന്നുള്ളത്. നമ്മളിപ്പോൾ കേക്കിനൊക്കെ മെഷർ ചെയ്യുന്ന പോലെ ഇങ്ങനെ തല തട്ടി എക്സാക്റ്റ് അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു 2 കപ്പ്. അത് ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പ്രധാന ചേരുവ എന്താണ്? ദേ പനീർ അരച്ചത്. ഓക്കെ, നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അത് ചേർക്കണം. എന്നാലും ഈ മാവിൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടും തരിയില്ലാണ്ട് കിടക്കണം. പൂരിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചേർത്താൽ. നല്ല ഡിഫറെൻറ്റ് സ്വാദേറിയ മെത്തിപ്പൂരി ഉണ്ടല്ലോ. അതായി. പിന്നെ വേണ്ടത് നമ്മുടെ 1.5 ടേബിൾ സ്പൂൺ മേത്തി ലീവ്സ് ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനിട്ടത്, അതിങ്ങനെ ഇടാം. ഓക്കെ, ഈ വെള്ളം വേണ്ട. ഇനി നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഉപ്പ് ഞാൻ ചേർത്തല്ലോ. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും ആകട്ടെ. ഇപ്പോഴത്തെ ഇലയും അതായത് കുതിർന്ന നമ്മുടെ ഫെനുഗ്രീക്ക് ലീവ്സ്, മേത്തി ലീവ്സ്
നമ്മുടെ കസൂരി മെത്തി ലീവ്സ്, അതും പനീറും നന്നായിട്ട് യോജിച്ചു. ഇനി ആവശ്യാനുസരണം ഉപ്പും ചേർത്തിട്ടുണ്ട്. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് കറക്റ്റായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും പനീറൊക്കെ ചേർത്താൽ എങ്ങനെയാണ് എന്നൊക്കെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടാണ് ഡോ ഇരിക്കാൻ പോണത്. ഇത് നോക്കി, നമ്മുടെ മാവ് സാധാരണ ചപ്പാത്തി പൂരി ഡോ പോലെ തന്നെ കുഴച്ചെടുത്തിരിക്കണം. അതിനനുസരിച്ച് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചെയ്താൽ മതി. ഇനി ഇൻ കേസ് ഒരു അല്പം വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട, ഒരല്പം മൈദാ മാവും കൂടെ എക്സ്ട്രാ ചേർത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ 2 കപ്പെന്ന് പറഞ്ഞൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. ഇച്ചിരിയൊക്കെ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 കപ്പോ 1/2 കപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് വെള്ളമായി പോയാലും അങ്ങനെയും ചെയ്യും. ഇങ്ങനെ കിട്ടണം, ഇത്രേ ഉള്ളൂ. ഓക്കെ, മാവ് റെഡി. ഇനി കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. കുറച്ചുകൂടി ചെറിയൊരു പാത്രമാണെങ്കിൽ ഇത്രത്തോളം എണ്ണ വേണ്ട. എൻ്റെ കയ്യിൽ ചെറിയൊരു പാത്രമില്ല. തൽക്കാലം നമ്മൾ ഇത്രയും എണ്ണ ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ പൂരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിപ്പം എത്തിച്ച് അതൊന്ന് ചൂടാകട്ടെ. ഇനി ഒരല്പം എണ്ണ, ഒരു എന്താ പറയുക, ഒരു 1 ടീസ്പൂൺ ഓക്കെ എണ്ണ എടുത്തു, 1-1.5 ടീസ്പൂൺ അതും കൂടി വെച്ചിട്ടൊന്നുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴയ്ക്കും. ഞാൻ കയ്യിൽ ഇങ്ങനെ ഒന്ന് തടവി, അത്രേ ഉള്ളൂ. നിർബന്ധമില്ല, പക്ഷെ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച സ്ഥിതിക്ക് എനിക്ക് കയ്യിൽ ഇച്ചിരി എണ്ണയായി. ഞാൻ വിചാരിച്ചു ഓക്കെ, സംഭവം റെഡി. ഇനി ഞാൻ പരത്തി തുടങ്ങാം. ഇനി കുറച്ച് മൈദാ മാവ് ഒരു പ്ലേറ്റിലെടുത്ത് വയ്ക്കാം. പരത്താനുള്ള സഹായം നമ്മുടെ മാർബിൾ ചപ്പാത്തി കല്ല്. ഇത് ഞാൻ പണ്ട് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയതാണ്, ഫ്ലേവേഴ്സിൻ്റെ ഷൂട്ടിന് പോയി. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും, കാര്യം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. പണ്ടൊരു കടപ്പാക്കല്ലുണ്ടായിരുന്നു, കടപ്പ, പക്ഷെ താഴത്തെ കിച്ചണിലുണ്ടത്. അത് ഭയങ്കര ഫിനിഷിങ് ഉള്ളതല്ലായിരുന്നു, സൈഡ്സൊക്കെ ഇങ്ങനെ റഫായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓക്കെ, ഇതിൽ നിന്നും ഇനി ചെറിയ പൂരിയുടെ ആവശ്യത്തിന് സൈസിനുള്ള ബോൾസ് എടുക്കാം. പൂരിയുടെ ഒരു വട്ടം അറിയാമല്ലോ, നമ്മൾ ചപ്പാത്തിയെ കാട്ടി ചെറുതാണ്, പിന്നെ ഒരുപാട് തിന്നാക്കരുത്, ഒരല്പം കട്ടി വേണം. ഇടയ്ക്കിടയ്ക്ക് ഇല കിടക്കുന്നുണ്ടോ, മേത്തി ലീവ്സ് കുതിർന്നത്. സാധാരണയായിട്ട് നമ്മൾ വളരെ ചെറിയ പൂരിയാണ് മേത്തി പൂരിയായിട്ട് കൊടുക്കുന്നത്, വളരെ ചെറുത്. അതാണ് ഒരു ക്യൂട്ടായിരിക്കും കാണാൻ. പരത്തി തുടങ്ങിയാലോ? യെസ്, ആദ്യം നമ്മൾ കുറച്ച് മാവിൽ മുക്കിയിട്ട്, മൈദാ മാവാണ്, ടൂ തിന്നല്ല, നോക്കിയേ, ഒത്തിരി തിന്നായാലും നല്ലതല്ല. ഇഷ്ടം പോലെ ഇല ചേർത്ത പോലെ ഇരിക്കുന്നല്ലേ. നമ്മൾ കുറച്ച് 1.5 ടേബിൾ സ്പൂണാണ് കുതിർത്ത് ചേർത്തത്. ഇത് ഇത്രയും തിക്നെസ്സിലാണ് എടുത്തത്. ഒരുപാട് തിക്കല്ല, എന്നാൽ ടൂ തിന്നല്ല, പേപ്പർ തിന്നല്ല. ഇങ്ങനെ ഇവിടെ വയ്ക്കാം, കുറച്ച് പരത്തി വയ്ക്കാം. സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ 2 രീതിയിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. അതായത് മാവ് വെച്ചിട്ട് ഇങ്ങനെ മാവ് തട്ടി ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് പരത്തും. അല്ലെങ്കിൽ ഈ അങ്ങനെ മാവിട്ട് ചെയ്യുന്ന പൂരിയിൽ എണ്ണയിൽ ഒരുപാട് പൊടി പറ്റി അത് പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടാണ് എണ്ണ തടവിയിട്ട് പരത്തുന്നൊരു രീതിയുണ്ട്. അപ്പം ഒട്ടും തന്നെ മാവിൻ്റെ അംശം എണ്ണയിലെത്തില്ലല്ലോ. അത് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇതിനും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇതിൽ മിനിമം അങ്ങനെ ആവശ്യം വരില്ല. കാര്യം മിനിമം ആയിട്ടാണ് നമ്മൾ പൊടി ഇടുന്നത്. ആദ്യം ഒരു ശകലം പൊടി 2 സൈഡിലും ആക്കിയാൽ മാത്രം മതി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഒട്ടും തന്നെ പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല. ഈസി ആയിട്ട് നമുക്കിങ്ങനെ പരത്തി എടുക്കാം. അപ്പോൾ ഏകദേശം എത്ര എണ്ണം കിട്ടിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇപ്പം 3, 4, 5, 6, 7, 8, 9 എണ്ണം ഞാൻ ഏതാണ്ട് പരത്തി ഉരുട്ടി റെഡി. ഇനിയുണ്ട് ഏകദേശം പകുതിയോളം ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി ബാക്കി പകുതി ഉണ്ട് ഇവിടെ. എണ്ണ ചൂടായി, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എണ്ണ നല്ല ചൂടാക്കിയിട്ട് തീ ഒന്ന് ഞാൻ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്, അല്പം ഒന്ന് കുറച്ചു തുടങ്ങാം. ചൂടുന്ന സമയത്ത് നല്ല ചൂട് വേണം എണ്ണയ്ക്ക്.
സാധാരണ നമ്മൾ പൂരിയെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ്, നോ ഡിഫറൻസ്. എണ്ണ കോരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ പുള്ളി വരും, കാണുന്നുണ്ടല്ലോ. കുട്ടി കുട്ടി പൂരിയാണ്, ഓവർ സൈസില്ല. ആദ്യത്തെ എടുക്കാം, രണ്ടാമത്തെ ആളിനെ തിരിച്ചിട്ടു. ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ എടുക്കാം. പിന്നെ ഹോട്ട് ഓയിൽ ഇങ്ങനെ മേളിലേക്ക് ചൂട് എണ്ണ എടുത്ത് ഒഴിക്കുമ്പോൾ അതിങ്ങനെ പുള്ളി വരും. എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുന്നതാണ് അതിൻ്റെ സീക്രട്ട്. ഏത് ടൈപ്പ് പൂരി ഉണ്ടാക്കിയാലും അതാണ് അതിൻ്റെ സീക്രട്ട് ഫോർമുല. പിന്നെ നല്ല ചൂട് വേണം. നല്ല ചൂടാണെങ്കിൽ മാത്രമേ നല്ല പുള്ളി വരുള്ളൂ. പിന്നെ നമ്മൾ കൂടെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കരിയൊന്നുമില്ല. അത് കറക്റ്റ് പാകത്തിന് എടുത്താൽ മതി. ചൂട് കുറയുമ്പോഴാണ് എണ്ണ കുടിക്കുന്നത്, അങ്ങനത്തെ എല്ലാ പ്രതിഭാസങ്ങളും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് പാകത്തിന് മരിച്ചെടുക്കും. അങ്ങനെ ചൂട് പൂരി ഉണ്ടാക്കുന്നു. മെത്തി പൂരി ആൻഡ് ചൂടോട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതോടൊപ്പം ഇഷ്ടമുള്ള കറി എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ കുറേ പൂരീസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, മേത്തി പൂരീസ്. ഇനിയും കുറച്ചുണ്ട്, ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ചൂടായിട്ട് കഴിക്കണം. ഞാൻ ഇവിടുന്ന് ചൂടായിട്ട് ഉണ്ടാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് താഴേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ 18 to 20 പൂരീസ് കിട്ടും. വളരെ വളരെ ടേസ്റ്റിയാണ്. സാധാരണ പൂരിയെക്കാട്ടിലും ടേസ്റ്റാണ്. കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരുപാട് പൊടി ഇട്ടിട്ടല്ല നമ്മൾ പരത്തുന്നത്, അതുകൊണ്ട് തന്നെ എണ്ണ ഒട്ടും തന്നെ കേടാകില്ല, കരിഞ്ഞു പോകില്ല. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓയിലിൻ്റെ കളർ. നല്ല ചൂടായിട്ട് ഒരെണ്ണം കാണിച്ചേട്ടെ. ടെക്സ്ചർ അറിയാം. അതെ, അയ്യോ ഇതേ ആവി പറക്കുന്നു. എൻ്റെ കൈയെല്ലാം പൊള്ളുന്നേ. ഇതേ നോക്കി, കണ്ടോ, ഇറ്റ്സ് വെരി വെരി ഹോട്ട്, നൈസ്. ഇതാണ് ഞാൻ കഴിക്കാൻ പോണേ. ഓക്കെ, കാണിച്ചു തരാം. അയ്യോ ചൂട് പൂരി. ഓ മൈ ഗാഡ്. എന്താ പറയണ്ടോ, സാധാരണ പൂരി പോലെയല്ല, കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിൽ പനീർ വരുന്നുണ്ട്, പിന്നെന്താ നമ്മുടെ മേത്തി ലീവ്സിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട്. സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോഫ്റ്റാണ്, ക്രിസ്പിയാണ്, നല്ലൊരു ടെക്സ്ചറാണ്. എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു രസമായിട്ട് കഴിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവും കൂടി ഞാൻ പരത്തി ചുട്ടെടുത്തിട്ട് ഞാൻ താഴേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ചൂടായിട്ട് തന്നെ കൊണ്ടു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷം. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ, ഡിന്നറിന് വേണമെങ്കിൽ, ഏതൊരു സമയത്തും കഴിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. പൂരി എല്ലാവർക്കും ഇഷ്ടമാണ്. മേത്തി പൂരി ആണെങ്കിലോ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിട്ട് മാറണം. പിന്നെ സൈഡ് ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും കഴിക്കാം. എന്താ പറയണ്ടേ, പൊടി മാസാകാം, പിന്നെ ആലു ഭാജി, പിന്നെ ചന്ന മസാല, അങ്ങനെ വെജിറ്റബിൾ കുറുമ, നമ്മുടെ തന്നെ കുറേ റെസിപ്പീസ് ഇല്ലേ, അതിൽ ഏത് വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. എന്നിട്ട് നമ്മുടെ LN വ്ളോഗ്സ് ഫാമിലിയുടെ ഭാഗമാകുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.